ഒലിവ് ഓയിൽ ഹൃദയത്തിന് നല്ലതാണോ അതോ മോശമാണോ? സ്ഥിരമായിട്ട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഒലിവ് ഓയിൽ എന്ന് പറയുമ്പോൾ അത് ഹൃദയത്തിന് വളരെ നല്ല ഒരു എണ്ണ തന്നെയാണ്. മെഡിറ്ററേനിയൻ ഡയറ്റ് എന്നൊരു ഡയറ്റ് ഉണ്ട്. ഈ ഡയറ്റിൽ പറയുന്നത് ഹൃദയത്തിന് ഏറ്റവും നല്ല എണ്ണ ഒലിവ് ഓയിൽ തന്നെയാണ്. പക്ഷേ ഒലിവ് ഓയിലിന്റെ എമൗണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലിൻ്റെ അകത്ത് 120 കാലറിയാണ് എനർജി. 5 ടേബിൾ സ്പൂൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏകദേശം 600 കാലറിയാണ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത്. അപ്പോൾ ഈ കാലറി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒലിവ് ഓയിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓയിലാണത്. അതിൻ്റെ അകത്ത് 0 കാർബാണ്, 0 പ്രോട്ടീനാണ്, 0 ഫൈബറാണ്. പക്ഷെ ഓയിലാണ്. അപ്പം ലിമിറ്റ് ചെയ്യുക. ഏറ്റവും മിനിമം ആയിട്ട് ഓയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഒരു പ്രാവശ്യം ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഒലിവ് ഓയിലിന് വേറൊരു കാര്യങ്ങളുണ്ട്. ലോ സ്മോക്ക് പോയിന്റ് ആണ്. 190 to 210 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിന്റെ സ്മോക്ക് പോയിന്റ്. അതുകൊണ്ട് തന്നെ ഡീപ് ഫ്രൈ ചെയ്യാൻ പറ്റില്ല. ഒത്തിരി നേരം പൊരിക്കാനായിട്ട് ഒരു കാരണവശാലും ഒലിവ് ഓയിൽ ഉപയോഗിക്കരുത്. നമ്മൾ സാലഡ്സിലൊക്കെ ഡ്രിസിൽ ചെയ്യാം, ചെറുതായിട്ട് ആഡ് ചെയ്യാം. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷെ എപ്പോഴും ഓയിൽ ലിമിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഏറ്റവും നല്ല എണ്ണ ഏതാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. ലിമിറ്റ് ചെയ്യുന്നതിനാണ് കാര്യം. ഏറ്റവും വളരെ കുറച്ച് ഉപയോഗിക്കുക. മീനൊക്കെ മുക്കിപ്പൊരിച്ച് കഴിക്കാതിരിക്കുക. അതുപോലെ ഒത്തിരി നേരം എണ്ണയിലിട്ട് വറുത്ത് പൊരിച്ച സാധനങ്ങൾ, അതായത് ചിപ്സ്, മിക്സ്ചർ, അതുപോലുള്ള സാധനങ്ങൾ അമിതമായി കഴിക്കാതിരിക്കുക. വല്ലപ്പോഴും ടേസ്റ്റിനായിട്ട് കുറച്ച് കഴിച്ചാൽ കുഴപ്പമില്ല. ഹാർട്ടിന് അത് വളരെയധികം ഹെൽത്തിയാണ്. ഇത്രയധികം ഹാർട്ട് അറ്റാക്ക് കൂടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ പൊരിച്ചും അതുപോലെ തന്നെ ഒത്തിരി നേരം ഫ്രൈ ചെയ്തിട്ടുള്ള സാധനങ്ങൾ അമിതമായി കഴിക്കുന്നത് കൊണ്ടാണ്. കോക്കനട്ട് ഓയിൽ നല്ലതാണ്, പക്ഷെ ശുദ്ധമായിട്ടുള്ള അൺറിഫൈൻഡ് ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒലിവ് ഓയിലിനെ കുറിച്ചുള്ള ഡൗട്ടും കോക്കനട്ട് ഓയിലിനെ കുറിച്ചുള്ള ഡൗട്ടും മാറിയെന്ന് കരുതുന്നു. ധാരാളം ആളുകൾ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.